ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റിയാൻസയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കോഫി ഫ്ലേവേർഡ് ഹോൾ വീറ്റ് കപ്പ് കേക്ക്സ് വിത്ത് കോഫി ബട്ടർ ക്രീം ഐസിങ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് വളരെ ടേസ്റ്റി, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കപ്പ് കേക്കാണ്. അതിനായിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി എടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്യാം. 1/2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 1 പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 8 പ്രാവശ്യം ഇടഞ്ഞെടുക്കണം, എന്നാലേ കപ്പ് കേക്ക് സോഫ്റ്റ് ആയിട്ട് വരത്തുള്ളൂ. ഇവിടെ ഞാൻ 1 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് ഈ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ഈ മുട്ട ബീറ്റ് ചെയ്യുന്ന ഒരു 5 മിനിറ്റ്സ് എഗ് ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്ത് നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസി ആകുന്ന വരെ ബീറ്റ് ചെയ്യണം. ഇതുപോലെ കളറ് മാറി നല്ല ക്രീമി കൺസിസ്റ്റൻസി ആവണം. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കാപ്പിപ്പൊടിയിൽ 1/2 ടീസ്പൂൺ വെള്ളം ചേർത്ത്, ഞാൻ ചൂടുവെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതാണ്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ, ഞാനിവിടെ ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലോ കനോള ഓയിലോ ഏത് ഓയിൽ വേണേൽ, ഫ്ലേവർലെസ് ആയിട്ടുള്ള ഓയിൽ വേണേൽ ചേർത്ത് കൊടുക്കാം. ഒലിവ് ഓയിലിന് കുറച്ച് ഫ്ലേവർ ഉണ്ട്, പക്ഷേ കോഫി പൗഡർ ചേർക്കുന്നതുകൊണ്ട് അത് ഫ്ലേവർ അത്രയ്ക്ക് അറിയത്തില്ല, നല്ല ടേസ്റ്റായിട്ട് തന്നെ ഇരിക്കും. ഇവിടെ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലാണ് ചേർത്ത്. ഇനി നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് നന്നായിട്ട് അടിച്ചു കൊടുക്കാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി നമുക്ക് ഇതിലേക്ക് ഇടഞ്ഞ് വെച്ചിരിക്കുന്ന പൊടി ചേർത്ത് കൊടുക്കാം. കുറേശ്ശെയായിട്ട് ചേർത്ത് സ്പീഡ് 1-ൽ വേണം ഇത് ബീറ്റ് ചെയ്യാനായിട്ട്. അല്ല സ്പാറ്റില വെച്ചിട്ട് ഫോൾഡ് ഇൻ ചെയ്താലും മതി. ഇതിപ്പോൾ ഞാൻ സ്പീഡ് 1-ൽ ബീറ്റ് ചെയ്ത് കൊടുക്കുക. കുറേശ്ശെ ചേർത്ത് ബീറ്റ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് ഒത്തിരി അടിച്ചങ്ങ് ഇത് ചെയ്യരുത്. സ്പീഡ് 1-ൽ ഒന്ന് മിക്സ് ആവുന്ന വരെ മാത്രം ബീറ്റ് ചെയ്യുക. ഇനി നമുക്കിത് സ്പാറ്റില വെച്ച് സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് കപ്പ് കേക്ക്സിൻ്റെ മോൾഡിലേക്ക് ഒഴിക്കാനായിട്ട് ഉള്ള സൗകര്യത്തിന് ഞാനിതൊന്ന് ഒരു ജാറിലേക്ക് മാറ്റുക. ഇനി ഇത് കപ്പ് കേക്ക് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും മാവ് കൊണ്ട് നമുക്ക് 8 കപ്പ് കേക്ക്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. റെസിപ്പി വളരെ ഈസിയാണ്, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കോഫി കപ്പ് കേക്ക്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇത് 180 ഡിഗ്രിയിൽ 15 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ഫ്രോസ്റ്റിംഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാനിൽ 2.5 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. 2.5 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് പാല്, പിന്നെ 1.5 ടീസ്പൂൺ കോഫി പൗഡറും ചേർത്ത് കൊടുക്കാം.
പിന്നെ ഒരു ശകലം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇങ്ങനെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കുക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കണം. ഒരു ക്ലിങ് ഫിലിമിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇവിടെ ഞാൻ 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ആ പോറിഡ്ജ് ഇതിലേക്ക് തണുത്ത ശേഷം ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊരു 6 to 10 മിനിറ്റ്സ് വരെ ബീറ്റ് ചെയ്യണം. എന്നാലേ നമുക്ക് പൈപ്പ് ചെയ്യാനുള്ള കൺസിസ്റ്റൻസിയിൽ ഫ്രോസ്റ്റിംഗ് റെഡി ആയിട്ട് കിട്ടത്തുള്ളൂ. ആദ്യം ബീറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് ലിക്വിഡി ആയിട്ട് തോന്നും. പക്ഷേ ബീറ്റ് ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്ത് ഒരു 8 to 10 മിനിറ്റ്സ് വരെ ബീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് പൈപ്പ് ചെയ്യാൻ തക്ക കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഈ ഫ്രോസ്റ്റിംഗ് റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല ഹൈ സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പം ഫ്രോസ്റ്റിംഗ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. സ്പാറ്റുല വെച്ചൊന്ന് നന്നായിട്ട് സ്മൂത്ത് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാനാണ്. ഇപ്പോൾ കേക്ക് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് തണുത്ത ശേഷം നമുക്കിഷ്ടമുള്ള നോസിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഫ്രോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നൂർ 6 എന്ന് പറഞ്ഞ നോസിലാണ് ഉപയോഗിക്കുന്നത്. ഇതുപോലെ എല്ലാ കപ്പ് കേക്ക്സും നമുക്ക് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.